ഈ ആത്മഹത്യാ പ്രേരണ എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു കേസ് വന്നിട്ടുണ്ട്. അതായത് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി കോളേജിന്റെ മുകളിൽ നിന്ന് ചാടി. പിന്നെ അതിനകത്ത് കുറച്ച് ദുരൂഹതകൾ. പക്ഷെ ഇതിനകത്ത് ഈ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. 3 കുട്ടികൾ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റേ പി ദിവ്യ കേസും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് പറയാം. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഈ ദിവ്യ എന്ന് പറയുന്ന ഒരാൾ ഒരു ദിവസം വന്ന് ഒരു ഫംഗ്ഷൻ എന്തോ പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ആത്മഹത്യയും ഇതും തമ്മിലുള്ള വ്യത്യാസം അത് നിങ്ങൾക്ക് ആ കേസ് മനസ്സിലായ ഈസിയായിട്ട് മറ്റേത് മനസ്സിലാക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഒരു കോളേജിൽ 3 വിദ്യാർത്ഥിനികൾ നിരന്തരമായിട്ട് ഒരു പെൺകുട്ടിയെ ഹരാസ് ചെയ്യുന്നു. അപ്പോൾ അവരത് കോളേജിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് കോളേജിലെ അധികൃതർ ആരും തന്നെ ഒരു നടപടി എടുത്തില്ല. ഈ ഹരാസ്മെന്റ് തുടർന്നു. അങ്ങനെ കുറച്ച് നാളുകളായിട്ടുള്ള പരിപാടിയാണിത്. അതെന്ന് പറഞ്ഞാൽ അവർ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് പരാതി കൊടുത്തിട്ടുണ്ട്. ആരും സഹായിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത്രയും ഈ കുട്ടി ചിലപ്പോൾ അത്ര മനക്കെട്ടിയുള്ള കുട്ടി ആയിരിക്കത്തില്ല. ഇനി അതിനെന്തെങ്കിലും ഡിപ്രഷനോ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. ഇതിനെ ട്രിഗർ ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇവർ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇവരെ സഹായിക്കാൻ പറ്റത്തില്ല. മറ്റേ ആൾക്ക് ഈ ലാസ്റ്റ് സഹായിക്കാൻ പറ്റായികയല്ല, ഇവരെ സഹായിക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ പ്രശ്നം ഇല്ലാണ്ടാക്കണം. മറ്റേതുപോലെ എന്തോ ഒരു ആരോപണം ഉണ്ടായി പെട്ടെന്ന് കയറി വളരെ ഇമ്പൾസീവായിട്ട് വേറൊന്നും ചെയ്യാൻ അറിയാത്ത ഒരാള് വേറൊന്നും ചെയ്യാതെ ആ ഒരു എന്താ പറയുക, ഈ സൂയിസൈഡ് ടെൻഡൻസി ഉള്ളവർക്ക് വിളിക്കാൻ ഒരു എന്തോ ഒരു ഫോൺ നമ്പറൊക്കെ ഉണ്ട്. മദ്യപിക്കാൻ തോന്നിയാൽ വിളിക്കാം, സിഗരറ്റ് വലിക്കാൻ തോന്നിയാൽ വിളിക്കാം. അവിടെ കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ട്, ഗവൺമെന്റിന്റെ നമ്പറുകൾ. അവിടെ ഒന്നും വിളിക്കാതെ അദ്ദേഹം മജിസ്ട്രേറ്റ് ആയിരുന്ന ഒരാൾ, അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യൻ അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട്. പെട്ടെന്ന് എടുത്തൊരു പരിപാടിയാണ്. ഇതങ്ങനല്ല. ഇതില് പീഡനം സഹിക്ക വയ്യാതെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ട് ഒരുത്തം തിരിഞ്ഞു നോക്കാതെ ഇനി എന്ത് ചെയ്യാം? കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് ഇങ്ങനെയുള്ള ഹരാസ്മെന്റ്സ് ഉണ്ടായാൽ അവർ മാനേജ്മെന്റിൽ അറിയിക്കണം. ഒന്നും നടന്നില്ല. ഓക്കെ, അടുത്ത പോലീസിനെ അറിയിക്കാം. പോലീസിനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പാകട്ടോ വല്ലതൊക്കെ നടക്കും ഇവിടെ. പോലീസുകാരുടെ പരി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മരിക്കുക, അല്ലെ അപകടം ഉണ്ടായി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് വരിക. അക്രമം ഉണ്ടായാലും കൊള്ളാം, എന്തുണ്ടായാലും ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് അവിടെ കൂടെ നിൽക്കുന്നവരുടെ നെഞ്ചത്തോട്ട് കയറുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ മണ്ടയ്ക്ക് കയറുക. സാക്ഷികളായിട്ട് വരുന്നവരെ നിരുത്സാഹപ്പെടുത്തുക. ഇതൊക്കെയാ കൂടുതലും. ആരെങ്കിലും അല്ലെ എവിടെയും നോക്കിയോ, പോലീസുകാർ വന്ന് ഇറങ്ങുന്നതേ ലേറ്റ് ആയിട്ടായിരിക്കും. അതിന് മുമ്പേ നാട്ടുകാർ പലതും കൈകാര്യം ചെയ്ത് കാണും. അത് കഴിഞ്ഞ് അവിടെ കൂടിയവരുടെ നെഞ്ചത്തോട്ട് കയറി ആൾ കളിക്കാനും അങ്ങനത്തെ പരിപാടിക്ക് ഇവർ കാണിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരെണ്ണം കല്ലൂർ സ്റ്റേഡിയത്തിൽ കണ്ടു. എന്താണോ ഈ വന്നിറങ്ങി ഇവർ കാണിക്കുന്നത്, അവിടെ ചുറ്റുമുള്ളവരോടൊക്കെ മെക്കിട്ട് കയറുന്നു, ഏതാണ്ടൊക്കെ പറയുന്നു. അതും വിവരക്കേട് തന്നെ പറയുന്നു. എന്ത് ചെയ്യാനാന്ന് പറ. അത് ഒരുത്തനെ നോക്കിട്ടെ, നീ എന്താ മുടിയൊക്കെ വളർത്തി കമ്മലൊക്കെ ഇട്ട് രാത്രിയായപ്പോൾ പെണ്ണുങ്ങളെ കൊണ്ട് കറങ്ങാൻ ഇറങ്ങിയേക്കുവാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പോലീസുകാരൻ CI ആണെന്ന് ഓർത്തോണം. എന്തൊരു നാണക്കേടാന്നറിയ ഇതൊക്കെ. പൊതുജനത്തിന്റെ മുന്നിൽ ഇങ്ങനെ നാണം കെടാൻ ഒരു ഉളുപ്പില്ലാതെ വേഷവും കെട്ടി ഇറങ്ങിയേക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവരോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഈ ദീപ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് മിനിമം ഒരു ക്വാളിറ്റി, അത് പോരാ, ക്വാളിറ്റിയും പോരാ, ഒരു എഡ്യൂക്കേഷൻ വേണം. അല്ല, ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അതൊന്നും അറിയാത്ത, തീരെ ബോധമില്ലാത്ത ഏതൊക്കെ ഒരുത്തന്മാർ ഏതോ PSC പോലത്തെ പരീക്ഷയൊക്കെ എഴുതിയിട്ട് പോലീസ് വേഷത്തിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകൾ എടുക്കാൻ ഇവർക്ക് പറ്റത്തില്ല. ഇവർക്ക് ഇത് മനസ്സിലാകത്തില്ല. ഇത് എന്താണെന്ന് ചോദിക്കുന്നത്. പോലീസിലാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ കാരണം ആൾക്കാർ ഇപ്പോൾ ആത്മഹത്യ ചെയ്തേക്കുന്നത്. പോലീസിൽ ഒരുപാട് പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഒരു സംഭവം നടക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരുടെ ആത്മഹത്യ തടയാൻ പറ്റുന്നില്ല. പിന്നെയാണോ നാട്ടുകാരുടെ ആത്മഹത്യ? അത്രയ്ക്കും എന്താ പറയണ്ടേ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേരള പോലീസ് ടോട്ടലി. ഇതിന്റെ മണ്ടക്കെങ്കിലും തലയ്ക്കത്ത് ബോധമുള്ളൊരുത്തനുണ്ടാണെങ്കിൽ ചിലപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ക്ലാസ്സെങ്കിലും എടുക്കാൻ വേറെ ആരെങ്കിലും ഒക്കെ അസൈൻ ചെയ്തേനെ. മനസ്സിലായി? ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ നോക്കി കണ്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇതൊന്നും അല്ലല്ലോ നമ്മുടെ പണി അവസാനം വരിക എന്നുള്ളതാണ്. എന്തെങ്കിലും കുഴപ്പക്കാർ, അടിപിടി, കച്ചറ, ഇത് മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. പിന്നെ അറിയാവുന്ന പണി എന്ന് പറഞ്ഞാൽ പോക്കറ്റ് അടിക്കാനും പിടിച്ചു പറിക്കാനും ഒക്കെ ഭയങ്കര മിടുക്കരായി. അവർ വളവിന് പാത്ത് നിന്ന് MVD എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു പറിച്ച് കുറെ വണ്ടിയൊക്കെ മേടിച്ചു. MVDയുടെ വണ്ടികൾ കണ്ടാൽ ഭയങ്കര രസം. നല്ലതാണ്. ഒരു വിധത്തിൽ നോക്കിയാൽ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ അവർക്കും വേണം. പോലീസുകാർ അത്ര മോശമായിട്ടുള്ള ജീവിതം നടക്കണമെന്ന് ആഗ്രഹമൊന്നും എനിക്കില്ല. പക്ഷേ ഇതേ ഉള്ളൂ ഒരു റവന്യൂ ജനറേറ്റിംഗ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കേടാണ്. ഇത് ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ എടുത്ത് നോക്കാം നിങ്ങൾക്ക്. ഇവിടെ ഒരു തരത്തിലും ഒരു പ്രിക്കോഷനും ഇവർക്ക് എടുക്കാൻ കഴിയത്തില്ല, അറിയത്തില്ല. അങ്ങനെ ഒരു സിസ്റ്റമേ ഇവിടെ ഇല്ല. ഇവിടെ ക്രൈം നടന്ന് ആള് ചത്തു കഴിഞ്ഞാൽ അവിടെ ചെന്ന് പിന്നെ കൊലപാതകം അന്വേഷിച്ച് നടക്കുക. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഫ്രം കേരള ടു കന്യാകുമാരി ടു കാസർഗോഡ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമെന്ന് ഇവര്. അങ്ങനെ കുറേ പൈസ പോവും. എന്നാൽ ഈ പറഞ്ഞ പല ക്രൈമുകളും നടക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒരു നമ്പർ അങ്ങോട്ട് ഇട്ട് കൊടുക്കും.
ഫോൺ നമ്പർ വിളിച്ചാൽ ഒരു പട്ടിയും കാണത്തില്ല എന്നുള്ളതാണ്. ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല, വിളിച്ചാൽ അറിയായിരിക്കും. നമ്മൾ പോലീസ് സ്റ്റേഷൻ നേരിട്ടുകൊണ്ട് പരാതി കൊടുത്തപ്പോൾ അനുഭവമൊക്കെ എനിക്കുണ്ട്. പോട്ടെ. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, കാശുള്ളവനും പിടിപാടുള്ളവനും എന്തെങ്കിലും കൊടുക്കണ്ട, വിളിച്ച് പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ ഭയങ്കര ആക്ഷൻ എടുക്കുന്നവരുവാ. അത്രയ്ക്കും തരം താന്നു പോയിരിക്കുന്നു, ഉളുപ്പില്ലാതായിരിക്കുന്നു. മനുഷ്യനാന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത, അന്തസ്സില്ലാത്ത ഒരു പ്രത്യേകതരം മനുഷ്യരുടെ എണ്ണം അവിടെ കൂടിയിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ അല്ല, വളരെ കുറച്ചൊരു ബാക്കിയുണ്ട്. അതുകൂടെ തീർന്നു കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ കൊള്ളയടിക്കാരനും കള്ളന്മാരും പിടിച്ചുപറിക്കാരും മോഷണം അല്ലെ പോക്കറ്റ് അടിക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളവരെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുവരെ അതിനി അധികം ദൂരം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിന് അത്രയ്ക്ക് മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ. കാരണം ഇവരെ കൊണ്ട് ഇതേ പറ്റുന്നുള്ളതെന്ന് പറഞ്ഞാൽ എന്ത് നടക്കണം. ഇവിടെ ട്രാഫിക് പോലീസ് ഇല്ലെന്നേ. ട്രാഫിക് ഭയങ്കര ഹെവി ട്രാഫിക്, ബ്ലോക്കിന്റെ മണ്ടയ്ക്ക് ബ്ലോക്ക്. ഇത് നടക്കുമ്പോൾ ഇവർ വിടില്ല. അവരപ്പുറത്ത് വേറെ ഏതോ വളവിന് ബാറിന്റെ ഏതോ ഒരു ബാറിന്റെ അപ്പുറത്ത് മാറി എന്ന് 5-6 പേര് കൂടി ഊതിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് പെറ്റിയടിക്കുന്നു. ഹെൽമെറ്റ് ഇല്ലാത്തവനെ വളഞ്ഞിരുന്ന് പിടിച്ചിട്ട് പെറ്റിയടിക്കുന്നു. ഇതൊക്കെയാണല്ലോ പണി. അല്ലാതെ വേറെ എന്ത് പണി അറിയാവുന്ന ഇവർക്ക്? ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ല. അതിന്റെ പ്രശ്നങ്ങളാണ് പല ബ്ലോക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. റോഡ് സിസ്റ്റം തന്നെ ഫെയിലിയർ. അതിന് മണ്ടയ്ക്ക് പിന്നെ അതിലും ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാർ വന്ന് നിന്ന് കഴിഞ്ഞാൽ മൊത്തം കുളമാണെന്നായി കാണുന്നത് ഈ നാട്ടില്. അല്ലാതെ ഇതൊന്നും വേറെങ്ങും എന്താ പറയുക, എന്തുകൊണ്ട് മറ്റ് വികസിത രാജ്യങ്ങളിൽ കൊള്ളാവുന്ന സിസ്റ്റം ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നതുകൊണ്ടല്ലേ, അഡോപ്ഷൻ അല്ല അവർ ചെയ്യുന്നത്, അവർ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് അതിങ്ങോട്ട് എടുത്ത് കോപ്പി അടിച്ചാലും മതി. അല്ലെ ഈ മണ്ടന്മാർ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചാലെങ്കിലും മതി. മര്യാദയ്ക്ക് മനുഷ്യരോട് സംസാരിക്കാൻ പോലും അറിയാത്ത ആളുകളായിക്കൊണ്ടിരിക്കുക. കണ്ടു കഴിഞ്ഞോണ്ട് വളരെ കുറച്ച് പേര് പറഞ്ഞു ഇപ്പൊ മാന്യമായിട്ട് വിടുന്നത്, ബാക്കിയെല്ലാം കച്ചറകള്. അയ്യേ, ഇതിനൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നു? എന്ത് യോഗ്യത ഇവർക്കുള്ളത്? ഇപ്പൊ കണ്ടില്ലേ ഈ കൊച്ചിന്റെ പരാതി. ഇത് ഓക്കെ, കോളേജിൽ പരാതി കൊടുത്തു, ഇത്ര ദിവസത്തിനുള്ള ആക്ഷൻ എടുക്കണം, അത് നടന്നിട്ടില്ല. പിന്നെ അടുത്ത എവിടെ പോകണമെന്ന് ഈ കൊച്ചിക്ക് അറിയത്തില്ല. ഇത്രയും വളർന്നൊരു പെൺകുട്ടിക്ക്, നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിനിക്ക് പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെടാൻ തോന്നുന്നില്ല എന്ന് പറയുന്നിടത്താണ് ഈ പോലീസിന്റെ പരാജയം ഇരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കേട്ടവർക്കും ഇവിടെ എല്ലാവർക്കും ഇതറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്. അപ്പൊ എന്ത് ചെയ്യും? അവരൊക്കെ മരിക്കും. ഉടനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് എടുത്ത് 3 പേർക്കെതിരെ. മിടുക്കര്, സൂപ്പർ കേട്ടോ. അയ്യോ, ഇത്രയും നല്ലൊരു പോലീസ് കേരളത്തിൽ ഉണ്ടായിട്ടാണോ കൊച്ചു മരിച്ചത്? ഇങ്ങനത്തെ ഊളത്തരം കാണിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എവിടെയാന്ന്? ഈ ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ ഫെയിലറാ. ആ ഫെയിലറായി കാണുന്നത്. അവിടുത്തെ ഈ ഗവൺമെന്റ് ജീവനക്കാരനായ അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ് ആയിട്ട് ഇരുന്ന് റിട്ടയർ ആവുന്ന ഒരു മനുഷ്യൻ പോലും ഇവരുടെ സഹായം ആവശ്യപ്പെടുന്നില്ലെന്ന്. കൊച്ചു കുട്ടികൾ ആവശ്യപ്പെടുന്നില്ല, മുതിർന്നവർ ആവശ്യപ്പെടുന്നില്ല, മധ്യവയസ്കൻ ആവശ്യപ്പെടുന്നില്ല. എന്തെങ്കിലും ഇപ്പൊ വേണ്ട മിന്നു മുനീർ അവര് പിൻവലിച്ചു. മുകേഷിന്റെയും ഇവരുടെയൊക്കെ എതിരെയുള്ള പരാതി അവർ പിൻവലിക്കുവാന്ന്, പീഡന പരാതി. ചോദിച്ചോ പറയുന്നത് ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറയാൻ കാരണം ഒന്നേ ഉള്ളൂ, കാശ് കൊടുത്ത് കൈക്കൂലി മേടിക്കുന്നവരും അല്ലെങ്കിൽ ഈ സ്വാധീനത്തിന് വഴങ്ങുന്നവരുമായിട്ടുള്ള പോലീസുകാരായതുകൊണ്ടാണ് അത് അവർ സപ്പോർട്ട് ചെയ്യാത്തത്. അല്ലാത്തവരുടെ കേസൊക്കെ പറഞ്ഞു. ചെറിയ ആൾക്കാരും എല്ലാം ആയിരിക്കണം. അത് ഈ പറഞ്ഞ പോലെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി. വളീന്നൊക്കെ കേട്ടാ ചവിട്ടിപ്പൊളിച്ച് അറസ്റ്റ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ കേസ്, എനിക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ പിടിച്ചു, ഒളിവിലാണ്, അറസ്റ്റ് ചെയ്യുന്നു, ലോക്കപ്പിലിട്ട് ഫോട്ടോ എടുക്കുന്നു, ഇതെല്ലാം കാണിച്ച് തെളിവെടുക്കാൻ പോകുന്നു, ട്രൈപ്പോഡൊക്കെ എടുത്തോണ്ട് പോകുന്നു. ഭയങ്കര സഹകരണം. ആരോടാ സഹകരിച്ചത്? എന്താ ഞാൻ പറഞ്ഞത്? ഇവിടെ എന്താ സംഭവിച്ചത്? ഇങ്ങനത്തെ പരാജയങ്ങൾ, ഇങ്ങനെ നിരന്തരം പരാജയപ്പെടാൻ എന്ത് തെറ്റാണ് പോലീസുകാരെ നിങ്ങൾ ചെയ്തത്? എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. അറിവില്ലായ്മയാണ് പ്രശ്നം. ഇതെങ്ങനെ തടയാൻ പറ്റും? ഈ കുട്ടി മരിക്കാൻ കാരണത്തിനകത്ത് ഈ 3 പേരേ ഉള്ളോ? പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഈ 3 പേരാണോ ഇതിന്റെ കുറ്റക്കാര്? അവർ മാത്രമല്ല, ആ മാനേജ്മെന്റിന് ഉത്തരവാദിത്തമുണ്ട്. ഈ കുട്ടി പരാതി കൊടുത്തിട്ട് എത്ര ദിവസമായി? ഇത്ര ദിവസത്തിനുള്ളിൽ പരാതിക്ക് ആക്ഷൻ ഉണ്ടായില്ല, അടുത്തത് എന്ത് ചെയ്യണം? അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എന്നാലും ഞാൻ പറയുക, പോലീസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് അവിടെ പരാതിപ്പെടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ അതിന് അറിയത്തില്ല, അത് പരാതി കൊടുത്താൽ ഒന്നും നടന്നില്ല എന്ന് പറയുന്നിടത്തൊക്കെ പ്രശ്നങ്ങളാണ്. പരാതി കൊടുത്തിട്ടൊന്നും നടന്നില്ല പോലും പിന്നെ ഒരു ആശ്വാസമുണ്ട്. ഇത് പരാതി കൊടുക്കാൻ പോലും ആൾക്കാർക്ക് തോന്നാത്ത ഒരു പോലീസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഈ കാണിക്കുന്ന പോക്കൃത്തരം, തെണ്ടിത്തരം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറാൻ മാത്രം കാണിക്കുന്ന ഉത്സാഹവും, അതുപോലെ തന്നെ കുറച്ച് പിടിപാടുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ പറ്റുന്നില്ല, ലുക്കൌട്ട് നോട്ടീസ് കിട്ടുന്നു, നാട്ടുകാർ പിടിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഈ പരിപാടിയൊക്കെ കാണിക്കുന്ന പോലീസുകാരോട് റെസ്പെക്റ്റും ഉണ്ടാകത്തില്ല, ഒരു വിശ്വാസവും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ അവരെ ആരും സമീപിക്കത്തുമില്ല. ഇനിയിപ്പോ എനിക്കൊരു കേസോ വർഷമോ ഇവിടെ വല്ല കുഴപ്പമുണ്ടായി ഞാൻ എന്തിനാ ഈ പോലീസായിട്ട് പറയുന്നതല്ല. ഇപ്പൊ തന്നെ ചുമ്മാ ഈ ആറാട്ടെണ്ണം പോലും പറഞ്ഞു തുടങ്ങി. ഞാൻ എന്തോ ഇവിടെ നടക്കുന്നത്, അയാൾക്കെതിരെ ഒരു പരാതി, അയാൾ പരാതി കൊടുക്കുമ്പോൾ നടക്കുന്നില്ല, ഞാൻ പരാതി കൊടുത്തിട്ടൊരു കാര്യമില്ല. എന്നാ തീട്ട പരിപാടി ഉണ്ടോ അത് അറ്റൻഡ് ചെയ്യാൻ ഇഷ്ടം പോലെ പോലീസുകാർ. ഒരു വണ്ടി ഒരു ദിവസം മൊത്തം ഓടുക, തിരുവല്ല ടു എറണാകുളം, എന്നിട്ട് പെട്രോൾ അടിക്കാൻ പോലീസിന് പൈസ ഇല്ലെന്നും പറയും. എങ്ങനെ ഉണ്ടാവാനാ? അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളിൽ ഇടപെടണം. അല്ലെങ്കിൽ ഇതിന് മുന്നേ ഈ കുട്ടി മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? അതിന് ഇപ്പൊ ഒരു അവസരമാണല്ലോ. നിങ്ങൾക്ക് വെബ്സൈറ്റ് പോട്ടെ, എന്തൊക്കെയാ കിടക്കുന്നത്? ഫേസ്ബുക്ക് പേജിൽ പോലീസുകാരുടെ മാസ് പരിപാടികൾ ഇതാണ്ട് പോലീസിന്റെ അതിനകത്ത് വന്നതാ. ഞാൻ KP ഫസ്റ്റിലെ സ്ട്രെങ്ത് ആണ് എറണാകുളം.
ബോഡി ബിൽഡറാ. 5 വർഷമായി, 4 വർഷം മിസ്റ്റർ കേരള പോലീസ് ആയിരുന്നു. ഈ വർഷത്തെ കേരള പോലീസിന്റെ സൈറ്റിലൊക്കെ വരുന്നതാണ്. ചാമ്പ്യനാണ്. ഈ വരുന്ന ജൂണിലാണ് ഞങ്ങൾക്ക് വേൾഡ് പോലീസ് മീറ്റ് വരുന്നത്. പുള്ളിക്ക് ശബരിമല ഡ്യൂട്ടി കിട്ടി. ഫസ്റ്റ് ഡ്യൂട്ടിയാണ് ശബരിമലയിൽ. അത് ആദ്യത്തെ ഡ്യൂട്ടി തന്നെ 18ാം പടിയിൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷം. അത് ഭയങ്കരമായി പോയി. 18ാം പടിയിൽ ഡ്യൂട്ടി കിട്ടിയതിൽ സന്തോഷിക്കാം. അന്നേ ദിവസം അടുത്ത ദിവസം ഇപ്പുറത്തിന് വാർത്ത നടക്കും. ഇമാതിരി പോസ്റ്റൊക്കെ ഇടാൻ അറിയാലോ പോലീസുകാർ. ഇതിനൊക്കെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുവാന്ന് സ്വന്തം ഫേസ്ബുക്ക് പേജ് ആഡൊക്കെ. ഇതുപോലത്തെ കുറേ എണ്ണം ആ പേജ് തുറന്ന് നോക്കി കാണാൻ പറ്റും. ഇതെന്തോ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ആ പേജ് തന്നെ തുറന്നങ്ങ് നോക്കാം. ഇവരുടെ പേജാ, കേരള പോലീസിന്റെ പേജാ. കേരള പോലീസ് മീഡിയ സെന്റർ. 565K ഫോളോവേഴ്സ് ഉണ്ട്. 3 പേരെ ഫോളോ ചെയ്യുന്നുണ്ട്. അതാരുടെ 3 പേര് ഫോളോ ചെയ്യുന്നത്? കേരള പോലീസ് ചീഫ്, കേരള പോലീസ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയെ അവര് ഫോളോ ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ തന്നെ ശബരിമല. എന്റെ അളിയ, ഇത് എന്തുവാ ഇത് കേരള പോലീസിന്റെ തന്നെ വെബ്സൈറ്റ് ആണോ? ഇതെന്തോ സംഭവിച്ചു ഇതിന്? ഇത് കണ്ടു, ഇതാണോ പോലീസ്? മ്യൂസിക് ഒക്കെ ഇട്ടേക്കുന്നു. കേരള പോലീസിന്റെ വെബ്സൈറ്റ് വരുന്ന സീൻ ഇതൊക്കെ. അടുത്തത് ശബരിമലയിൽ ആരാണ്ട് എന്താണ് മോശം സംഘം. ഇത് കണ്ടോ? ശബരിമല വല്ല സ്പോൺസർ ചെയ്യുന്നുണ്ടോ? കാശ് വല്ലതും തരുന്നുണ്ടോ? കഷ്ടം. പെൺകുട്ടികൾ അങ്ങനെ പറ. പോലീസ് ഉദ്യോഗസ്ഥരുടെയും ദേവസ്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെയും മറ്റേതാ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അവരുടെ എല്ലാവരുടെയും നിയമപരമായ എല്ലാ കാര്യങ്ങളും, എല്ലാ നിർദ്ദേശങ്ങളും വളരെ ബൃഹത്തായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന്. പോലീസിന്റെ പേജ് കാണുന്ന പരിപാടികൾ തീവ്ര പരിശീലനത്തിലൂടെ എത്ര തീവ്ര പരിശീലനത്തിലൂടെ കരുത്ത് നേടിയാൽ 1 മണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ. ഇതെന്തോ ട്രോൾ ഉണ്ടാക്കി കളിക്കാൻ ഒരുത്തൻ. ഇതെന്തോ ഇത്രയും സമയം വേണോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ? ഇതിനകത്തോട്ട് പോസ്റ്റ് ഇടണം മിസ്റ്റർ. നിങ്ങൾ ഈ ശബരിമലയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഫലപ്രദമായി തടയുന്നതിന് സൈബർ പോലീസ് ഡിവിഷൻ കാര്യക്ഷമമായി പ്രവർത്തിച്ചു. അതോടൊപ്പം എന്നിട്ട് ഇവിടെ സൈബർ കുറ്റം എന്ന് പറഞ്ഞാൽ എന്തോ ആണെന്നൂടെ പറയാം. ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുക, സ്കാംസ്, പൈസ ആൾക്കാരെ നഷ്ടപ്പെടുക, പിന്നെ ഈ ന്യൂഡ്, ചൈൽഡ് പോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും. ചൈൽഡ് പോൺ കണ്ടവനെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവനെ എന്തിനും ചികിത്സയോ അല്ലെ കൗൺസിലിങ്ങും ട്രീറ്റ്മെന്റും സൈക്കാട്രിക് കേസാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇവർ പിടിച്ചിട്ട് എന്തോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്താണേലും കൊള്ളാം. ഇതുപോലത്തെ പേജൊക്കെ ഉണ്ടല്ലോ, ഈ മണ്ടന്മാരുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യരുതെന്ന് അവരെന്ത് എഴുതിയിരുന്നു? ഇവരെ ഒന്നും ചെയ്യാനില്ല. വേഗത്തിൽ പോകുന്ന ജീവനുകൾ, ട്രാഫിക് നിയമലംഘനങ്ങൾ പോലീസിനെ അറിയിക്കാം, ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ. ട്രാഫിക് നിയമലംഘനം മാത്രമല്ല അപകടത്തിന് കാരണം. ഇവിടുത്തെ റോഡിന് നല്ല ഒന്നാം തരം ഏറ്റവും കൂടുതൽ ആൾക്കാർ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് റോഡ് കാരണം, അല്ലാതെ ആരുടെ സ്പീഡ് കാരണമൊന്നുമല്ല. പിന്നെ സ്പീഡ് മാത്രമാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് സ്പീഡിനെ മാത്രം അങ്ങ് തടഞ്ഞാൽ മതിയോ? അപ്പൊ ബാക്കിയുള്ളവന്മാർ കുഴി വീണ് മരിച്ചവനും റോഡിൽ തെന്നി വീണവനും മെറ്റിലിറക്കിയിട്ടിട്ട് അവത്തേക്ക് കയറി സ്കിഡായി, എനിക്കറിയാമല്ലോ, മരിച്ചിട്ടുണ്ട് എന്റെ കൂട്ടുകാരൻ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കേരള പോലീസിന്റെ ഒരു കാര്യം. അയ്യോ, ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ 1 മണിക്കൂറിനകം ഗോൾഡൻ അവർ തന്നെ വിവരം 1930 എന്ന നമ്പറിൽ സൈബർ പോലീസിനെ അറിയിക്കുക. എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിനിരയായ വ്യക്തിയെ നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കുന്നതിനുള്ള സാധ്യത. ഉറപ്പൊന്നുമില്ല. ഇതാ പരിപാടി. വെബ്സൈറ്റിൽ കയറി കാണണം. അയ്യോ, എന്തോ ആണോ ഇത്. പിന്നെ കേരളം ആയതുകൊണ്ട് കുഴപ്പമില്ല. കേരളത്തിൽ നിന്ന് ഇതിക്കുള്ള എന്താ പ്രതീക്ഷിക്കാനുള്ളത് അല്ലേ? കഷ്ടം. ഏറ്റവും തീട്ട തട്ടിപ്പുകാരാണ് കാശുണ്ടായിക്കൊണ്ട് പോകുന്നത്. പോലീസ് വേഷം ഇട്ടുകൊണ്ടിരുന്ന വീഡിയോ കോൾ വേണ്ടി ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാകുന്നത്, അതാണ് കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടുത്തെ തട്ടിപ്പുകാരെ കണ്ടാൽ തന്നെ കോമഡിയാ. അങ്ങനത്തെ തട്ടിപ്പുകാരുണ്ടാകുന്നതിന് കാരണക്കാരായി ഇരുന്ന് പോസ്റ്റ് ഇടുന്നതെന്ന് ഓർത്തോണം. ഇങ്ങനത്തെ തീട്ട തട്ടിപ്പുകാരെ പിടിക്കാൻ അല്ല, അതൊന്നും തടയാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ശബരിമല ബാക്കി എല്ലാം ശബരിമലയാണ് കൂടുതലും. ശബരിമലയിൽ ആൾക്കാർ ഏതാണ്ട് പോയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോലീസുകാരുണ്ട്. അതിന്റെ ഒക്കെ കുറെ വീഡിയോ. ഇത് ശബരിമല സ്പോൺസർഡ് പ്രോഗ്രാം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ ഏതോ അന്ധവിശ്വാസികളായ ആരൊക്കെയോ ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് ഇൻട്രസ്റ്റഡ് ടോപ്പിക് ഇതൊക്കെ ആയിരിക്കും. മറ്റേ ഒന്നും കാണുന്നില്ലെന്ന്. ആ കോപ്പിനകത്തൊന്നും ഞാൻ കണ്ടില്ല ഇത്ര നേരമായിട്ട്. ഇവിടെ എത്ര ആത്മഹത്യ, ഈ ADMന്റെ ആത്മഹത്യ തൊട്ട് എന്താ പോലീസുകാർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത്? ഇങ്ങനെ ഉണ്ടായാലും എന്ത് ചെയ്യണം? ഈ ഡിപ്പാർട്ട്മെന്റ് വിളിക്കുന്നു, അടുത്ത ഡിപ്പാർട്ട്മെന്റ് വിളിക്കുന്നു, പ്രൊട്ടക്ഷൻ വരെ കൊടുക്കണം. മനുഷ്യന്റെ ജീവനൊക്കെ വിലയുള്ള എന്താ അയ്യപ്പനയുള്ളത്? ഇതാണ് ആത്മഹത്യ പ്രേരണ.
കുട്ടി വീക്കായിരിക്കും, ശരിയാണ്. അല്ല ആത്മഹത്യ ഒന്നും ചെയ്യത്തില്ല. ഇതിനപ്പുറത്തെ പരിപാടി കൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നാലും ഞാനൊന്നും ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നെ എന്ത് കാര്യത്തിനാ? ആ കുട്ടി വീക്കാണ്, അത് സംഭവം ശരിയാണ്. അതിനൊന്നും വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും അത്രയ്ക്ക് വീക്കല്ലായിരുന്നു. എത്രത്തോളം? മറ്റേ ആൾക്ക് ഒരു 80% ഡാമേജ് സംഭവിച്ചൊരു മനുഷ്യനാണ് ഈ ഇമ്പൾസീവായിട്ട് പെട്ടെന്ന് ഈ സംഭവം ചെയ്തെടുക്കുന്നത്. അതിനകത്ത് എന്തോ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അല്ലാതെ അപ്പോൾ ആ ദിവ്യ എന്ന് പറഞ്ഞ ആളുടെ ഒരു പ്രസൻസ് കൊണ്ട് മാത്രം ഉണ്ടായ ഒരു ആത്മഹത്യ അല്ല. ഇതങ്ങനാണോ? കുറച്ച് നാളുകളായിട്ട് എന്നിട്ട് ആ കുട്ടിക്ക് അറിയത്തില്ല. ആ കുട്ടി പോലീസിനെ പറഞ്ഞിട്ടില്ലെന്ന്. അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നാണക്കേടായി. അറിയിച്ചിട്ടുണ്ടെങ്കിൽ അറിയിച്ചില്ലെന്ന് പറഞ്ഞാൽ മതി സാറേ, അല്ലേ? എന്തൊരു നാണക്കേടാ. എന്നിട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക ഫേസ്ബുക്കിനകത്ത്, നാണം ഉളുപ്പുമില്ലാതെ. 2 മാസ് BGM ഇടുക, ഓരോ പൊട്ടത്തരങ്ങളാണ് വിളിച്ചറിയിക്കുക. എല്ലാം ഒന്നും മോശമാണെന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും കൂടുതൽ കണ്ടില്ല. ഇതൊക്കെ എന്തുവാ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ? എന്തുവാ? മനുഷ്യന്റെ ജീവൻ പോകുന്നതിനിടയിലാണോ അവിടെ എങ്ങാണ്ട് ഊത്ത തട്ടിപ്പുകാർ പോക്കറ്റടിക്കാർ പിടിച്ചെന്ന്? എന്നിട്ടൊരു പേജ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് ഈ വക കാര്യങ്ങളൊന്നും ഇല്ല. ഇത് വേണം കേട്ടോ, എത്രയും പെട്ടെന്ന് വേണം. ഇവിടെ ഇനി ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് സ്കൂളിൽ ചെന്ന് പോലീസുകാരൊന്ന് പറഞ്ഞു കൊടുക്കണം, മക്കളെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും മാനത്തിനും ഒക്കെ ഭയങ്കര വില കൊടുക്കുന്നവരാണല്ലോ. അതല്ലേ പ്രൊട്ടക്ഷൻ, അതിനല്ലേ സംരക്ഷണം കൊടുക്കുന്നത്. നമ്മൾ അറിഞ്ഞില്ലേ, മറന്നുപോയോ? അതൊന്നും അല്ലല്ലോ ഇവിടെ പരിപാടി. ഇവിടെ മറ്റേ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ആരെങ്കിലും പോയി അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം മൊത്തം കൊണ്ട് നടന്ന് ഫോട്ടോ എടുക്കല്, അത് പിന്നെ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കല്, ഇതൊക്കെയാണല്ലോ പണി. അതിനിടയിൽ എങ്ങനെ ചിന്തിക്കുമല്ലേ ഇതൊക്കെ? ഓ, എങ്ങനെ ചിന്തിക്കും പറ? ഇതൊക്കെയാ പണി. ഈ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ വരുന്നിടത്ത് പുറകെ പട്ടി കിടക്കുന്ന പോലെ നടക്കുക. എന്തിനു നടപ്പാ അതൊക്കെ? ഇങ്ങനെയുള്ളവന്മാർ അവിടെ ഇവിടെയൊക്കെ പോകുന്നു, അതിനെല്ലാം പുറകെ. വല്ല പ്രൈവറ്റാ മറ്റേ ഇവന്മാരെ വിളിക്കാൻ പറഞ്ഞേക്കണം ഇനി മുതൽ. ഇവിടെ ബൗൺസേഴ്സിന്റെ ഒരു എന്താ പറയണ്ടേ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവരെ വിളിച്ചുകൊണ്ട് പോകാൻ പറയണം. വല്ല പ്രൊട്ടക്ഷനോ വല്ല വേണം. അല്ലെങ്കിൽ പോലീസിന് ഇത്ര നിർബന്ധം എന്തോ അവരിവിടെ ഇല്ലേ? ഒരുപാട് പേര് ബൗൺസേഴ്സിനെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, ഒരു പൈസ കൊടുക്കട്ടെ. ഇതിനെല്ലാം പുറകെ നടക്കുക. പിന്നെ രാഷ്ട്രീയക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം. ഇവന്മാരെന്തിനാ ഈ ഓടുന്നതിനകത്തോടെ? ഇവർ ഈ പോകുന്ന റോഡിനകത്തുള്ള ഇത്ര അപകടങ്ങൾ ഇവർ മനസ്സിലാക്കിയിട്ടില്ല. ഇത്രയും സ്പീഡിൽ ഇതിന് പുറകെ ഓടിക്കൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും ഈ മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് ബാക്കിയുള്ളവർ മാറി നിൽക്കിയവരെ വേണം. എന്നിട്ട് ഇവന്മാർക്ക് ഈ റോഡ് സിസ്റ്റം കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ റോഡിൽ ഇത്ര അപകടം ഉണ്ടായ സ്ഥലങ്ങളൊന്നും ഇവർ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് അപകടം ഉണ്ടായത്? ഈ കുഴി ഇവിടെ കുറച്ച് ദിവസമായല്ലോ, എന്ത് ചെയ്യണം എന്ന് ഇവൻ ഈ രാവിലെ തിരിഞ്ഞ് നടക്കും ഇതുവഴി. എന്തിനാ ഇവൻ രാവിലെ എഴുതിട്ട് നടക്കുന്ന? വീട്ടിലെങ്ങാനും കുത്തിയിരുന്ന അത്രയും പെട്രോൾ ചെലവ് ലാഭം. നാട്ടുകാരുടെ കാശിനാണ് ഈ നടക്കുന്നത്. ഈ പ്രൊട്ടക്ഷൻ കൊണ്ടുപോകുന്നവരും ആംബുലൻസ് അടക്കമുള്ള പൈസ ഈ നാട്ടുകാരുടെ പൈസയാണ്. ഇവനെ അവിടെ എങ്ങനെ ഇരുത്ത്, എന്നിട്ട് വല്ല മെയിൽ വഴിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയും. ഈ വക കാര്യങ്ങളൊക്കെ ഉദ്ഘാടനം ഒന്നും നടത്താൻ പോകണ്ട. അത് അത്യാവശ്യമുള്ള വലിയ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം മാത്രം പോയാൽ മതി. പിന്നെ ഈ മീറ്റിംഗ് ഒക്കെ ഇവർക്ക് ഓൺലൈനിലൊക്കെ നടത്തിക്കൂടെ? കുറച്ചുകൂടെ മാന്യമായിട്ട് അന്തസ്സായിട്ട് ജീവിച്ചിട്ടുണ്ട്. വല്ലവന്റെ കാശിട്ട് ഇങ്ങനെ ദൂർത്തടിക്കാതെ കുറച്ചുകൂടി മാന്യത ഉണ്ടായിക്കൂടെ? എന്തൊരു അന്തസ്സില്ലാത്ത ജീവിതം ഇത്. എല്ലാവരും ഈ പൊതുജനത്തിന്റെ പൈസയ്ക്കാണ് ഗവൺമെന്റ് മൊത്തത്തിൽ നടക്കുന്നത്. അത് പോലീസും അങ്ങനെ തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? കണ്ടവന്റെ കാശിന്ന് ജീവിക്കുന്നു. അല്ല, ശമ്പളം പോട്ടെ, അത് കൈക്കൂലിയും ഇമാര് തട്ടിപ്പും നടത്തി പിന്നെയും ശമ്പളമേ കൊടുക്കുന്നവന്റെ നെഞ്ചത്തോട്ടാ കയറുന്നത്. അവനെയാണ് വഴി തടഞ്ഞു നിർത്തുന്നത് ചുമ്മാ. വേറൊരു ആവശ്യത്തിനും വഴിയിൽ ഇവരെ കാണത്തില്ല. എന്തൊരു ഗതികേടാന്ന് നോക്കിയാൽ നിങ്ങൾ. ഞാൻ പറയുന്നത് എന്തിനും കുഴപ്പമുണ്ടോ? ഞാൻ ഇത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. ഈ ട്രാഫിക്കിലൊന്നും ഒരു പോലീസിനെ കാണുന്നില്ല. പലയിടത്തും ഞാൻ ലൈവ് ഇട്ട് ഓട്ടോക്കാരൻ നിന്ന് റോഡ് ട്രാഫിക് ഇത് ചെയ്യുന്നു, എന്താ പറയണ്ടേ, നിയന്ത്രിക്കുന്നു. ഇവരവിടെ ഇല്ല. പകരം ഇവർ നിൽക്കും പോയി മൂലയ്ക്ക് പാത്തും പതുങ്ങിയൊക്കെ നിന്ന്. ഇങ്ങനെ തിന്നാവോ? എന്തൊരു തീറ്റയായത്? എന്ത് ഉണ്ടാക്കുന്നേ? ഇതൊക്കെയാ ശ്രദ്ധിക്കണ്ട. അല്ലാതെ ഈ ഓൺലൈനിൽ ഇരുന്ന് ആരും എന്തിനും പറഞ്ഞു ഉടനെ അത് ശരിയായില്ല, അതിനകത്ത് വാക്ക് ശരിയായില്ല, അതും തപ്പി നടക്കുക. എത്ര പേരുടെ ലക്ഷക്കണക്കിന് രൂപ പോയെന്നറിയോ? അതിന്റെ എത്ര വീഡിയോ ഉണ്ടാവും? ആ 1-2 കണ്ട് ഞാൻ കണ്ടുള്ളൂ. ഇടുന്നുണ്ടാവും വീഡിയോ കിട്ടി കളിക്കാൻ ആർക്കാ പറ്റാത്ത. ഇതിൽ നല്ല വീഡിയോ ഞാൻ ഉണ്ടാക്കി തരാൻ വേണം. ഈ സ്കാം കുറച്ച് വൃത്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ വീഡിയോ ഉണ്ടാക്കൽ വലിയ കഴിവൊന്നുമല്ല. അത് ഈ വന്ന കാലത്ത് മൊബൈലും ഒക്കെ ഉള്ള ഏതവനും ഉണ്ടാക്കാന്നുള്ളതിന് ഇഷ്ടംപോലെ ചാനലുകൾ എവിഡൻസ് ആണ്. അതിനകത്ത് പോലീസുകാർ കയറി ഇനി ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീഡിയോ ഉണ്ടാക്കി കളിക്കുകയായിരുന്നു. അയ്യോ, ഇതൊക്കെ വലിയ നേട്ടങ്ങളാണ് പറയുന്നത്. ഇത് നേട്ടമല്ലെന്ന്. ഇവിടെ ഈ ചോട്ട പൊട്ട കള്ളന്മാർ കിടന്ന് കളിക്കുവാന്ന്. ആർക്കും ആരെ പറ്റിക്കാം, ഒന്നിനും ഒരു കുഴപ്പമില്ല. പറ്റിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഭയങ്കരമായ അന്വേഷണത്തിൽ പിടിക്കപ്പെടുമെന്ന്. ഇങ്ങനത്തെ തീട്ട കള്ളന്മാരുണ്ടാകുന്നതല്ലേ പ്രശ്നം? അല്ല, ഇത്രയും കള്ളത്തരം കാണിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ കിടക്കുന്നതല്ലേ പ്രശ്നം? ഏത് പെണ്ണിനും പിടിപ്പിക്കാം. ഇന്നേ വരെ നിങ്ങൾ ഏതെങ്കിലും ഒരു പീഡനത്തിൽ അല്ല കൊലപാതകത്തിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെടുത്തിയായിട്ട് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഒരാൾക്കാർക്ക് പോലും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ആരും കാണത്തില്ല, ആരും അറിയത്തില്ല. എവിടെയെങ്കിലും ഒരു റേപ്പ് നടന്നെടുത്ത്
വിക്ടിമിനെ ഓക്കെ ജീവനോടെ ബാക്കി വെച്ചാൽ കിട്ടും, അവർ പിന്നെ പറഞ്ഞു കേട്ടോ അവനെ തപ്പിപ്പിടിച്ച് ഈ പരിപാടി. എവിടെയെങ്കിലും ഒരു സദാചാര പോലീസുകളുണ്ട്, ഏതെങ്കിലും സമാധാനമായിട്ട് ഏതെങ്കിലും പ്രേമിക്കാനായിട്ട് കമിതാക്കൾ അതുവഴി ഇതിൽ നടന്നു പോകുക ഇരിക്കുകയോ ചെയ്താൽ അവിടെ ചൂരവടിയും കൊണ്ട് നടിക്കാനും അവരെ എന്തൊക്കെ ഹരാശി അതെല്ലാം ചെയ്യാനായിട്ട് ഇവിടെ ഭയങ്കര കഴിവുള്ളവരുണ്ട്. ഇവന്മാർക്ക് ആർക്കെങ്കിലും എല്ലാം വേണ്ട ഈ സദാചാര ഈ പോലീസുകാർ തന്നെ അന്ന് അവിടെ ഞാൻ കണ്ടതാ. നീ എന്താടാ പെണ്ണുങ്ങളെ കൊണ്ട് കറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ച CA ഒക്കെ ഉണ്ട്. ഇവരെ കൊണ്ടൊക്കെ ആരെങ്കിലും കൊണ്ട് ഒരു റേപ്പ് തടഞ്ഞെന്ന് പറഞ്ഞോണ്ടല്ലേ റേപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ അത് അറിയാൻ സാധിച്ചു. ഇത്രയും ടെക്നോളജി ഡെവലപ്പ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങൾ വാർത്ത കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു മോഷണം പോക്കറ്റ് പോലും തടയാൻ പറ്റുന്നില്ലെന്ന്. ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഒരു ക്രൈമും തടയുന്നില്ല. അല്ലെങ്കിൽ ഇത്രയും ക്രൈം എങ്ങനെ ഉണ്ടാകുന്നത്? 2 ലക്ഷം ക്രൈമൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു വർഷം. എപ്പോഴാന്ന് ചോദിച്ചപ്പോ ഈ ടെക്നോളജി എല്ലാം അഡ്വാൻസ് ആണ്, ഞങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഞങ്ങൾ വീഡിയോ ഇടുന്നുണ്ട്. ഇതിനിടയില് പോരായ്മയാണ്. ഇതൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് കുറച്ച് ദിവസം ശ്രദ്ധിച്ചാൽ ഇത് തന്നെ കാണുന്നത്. എല്ലായിടത്തും പരാജയം പരാജയം പരാജയം. ഗവൺമെന്റിന്റെ പരാജയം, പോലീസിന്റെ പരാജയം. ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് പിണറായി വിജയൻ ആയതുകൊണ്ടുള്ള ഒരു പരാജയമല്ല, ഇത് കേരളത്തിലെ മലയാളികളായതുകൊണ്ടുള്ള ഒരു പരാജയമാണ്. മനസ്സിലായോ? പിണറായി വിജയൻ മലയാളിയാണല്ലോ, അല്ലാതെ അമേരിക്കയിൽ നിന്ന് വന്ന ആളൊന്നും അല്ല. വല്ല വിദേശീയ വല്ലതും കൊണ്ടുവന്ന ഒരു 5 വർഷം മുഖ്യമന്ത്രി ആക്കി ഇരുത്തിയാണ്ടല്ലോ ഈ നാട് നന്നാവും. വെറുതെ ജോലിക്ക് ഇരുത്തിയാൽ മതി. അയാൾ ഒരു നല്ലൊരു ഇങ്ങനത്തെ അഡ്മിനിസ്ട്രേറ്റീവ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒരു ടീമിനെ തന്നെ കൊണ്ടുവന്ന് വല്ല UK എന്നോ US എന്നോ കൊണ്ടുവന്ന് US വേണ്ട UK എന്ന് കൊണ്ടുവന്നാൽ മതി. അല്ല വല്ല സ്കാൻഡിനേവിയൻ കൺട്രീസിലുള്ള ഇതേപോലത്തെ ഡിപ്പാർട്ട്മെന്റുകൾ അവരെങ്ങനെയാണ് ഇത് ശരിയാക്കിയത് അവരെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 5-10 വർഷം അവിടെ ഇരുന്നോട്ടെ. നമ്മൾ ജോലി ഇത്രയും തന്നെ സാലറി കൊടുക്കാം അവർക്ക്. ഇതിൽ കൂടുതൽ സാലറി കൊടുക്കാം. കാരണം അവർ ഇതിൽ കൂടുതൽ എഫക്റ്റീവും എഫിഷ്യന്റും അതുപോലെ തന്നെ എന്താ പറയാ പ്രൂവൺ ആളുകളാണ്. ചിലപ്പോൾ ഇത് നന്നാവും. അല്ലാതെ മലയാളിക്കൊന്നും പറ്റത്തില്ലെന്നേ. ഈ ഇട്ടവട്ടം കേരളം വിട്ട് പോകാത്ത ഈ മണ്ടനൊക്കെ ഇരുന്ന് ഭരിക്കുകയും അതേ മണ്ടന്മാരെ തന്നെ ജോലിക്ക് കയറുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. ഗവൺമെന്റ് മൊത്തം പുറത്ത് ഏതെങ്കിലും ഒരുത്തും പോയിട്ടുണ്ടോ? ഈ പോലീസുകാർ ആരെങ്കിലും വിദേശത്ത് വല്ലതും ജോലി ചെയ്തിട്ടുണ്ടോ? ഇവർ കണ്ടിട്ട് പോലും ഇല്ല അവിടുത്തെ റോഡുകൾ. പിന്നെ വളരെ കുറച്ച് ഒരു 5 വർഷം ലീവ് എടുത്ത് പോയി കാണുന്നവനേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ സൈബർ എന്നൊക്കെ പറയുന്നിടത്തിൽ ലോകത്ത് എന്താ നടക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ഇവിടുത്തെ ഒരു മറ്റേ പരീക്ഷ എഴുതിയിട്ട് അങ്ങോട്ട് തള്ളിക്കയറി പിന്നെ അവിടെ ഇരുന്ന് മൊരഞ്ഞ് ജീവിക്കുന്ന കുറെ ആളുകളാണ് ഇവർ. അല്ലാതെ ഇവർക്ക് പുറത്തോട്ടൊന്നും വലിയ സംഭവം അറിയാത്തൊന്നുമില്ല. ഇവരോടൊക്കെ സംസാരിച്ചാൽ മനസ്സിലാവും എന്തോ കണ്ടിട്ടുള്ളതാ, അത്രേ ഉള്ളൂ. പിന്നെ ഈ മാതിരി അന്ധവിശ്വാസങ്ങളും ഈ അമ്പലം നിരങ്ങളും പള്ളി നിരങ്ങളുമായിട്ട് നടക്കുന്നവന്മാരും കൂടെ കൂടിയിരുന്നുണ്ടാക്കുന്ന പരിപാടി കാണുന്നത്. അതിൻ്റെതായ പോരായ്മ വേറെ. അന്ധവിശ്വാസികളാണ് കൂടുതലെണ്ണം. ചിലർ മോഹൻലാൽ ഫാൻസ്, ചിലർ മമ്മൂട്ടി ഫാൻസ്. മോഹൻലാൽ ലാലേട്ടൻ വിളിച്ചു എന്നൊക്കെ പറയാം. അങ്ങനത്തെ ആളുകളെന്നേ. ഇവരെല്ലാം കൂടെ കൂടി എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞില്ല, ഇത് മലയാളിയെ മാറ്റിയിട്ട് വേറെ ഇന്ത്യനെ എടുക്കരുത്, പുറത്തുനിന്ന് കൊണ്ടുവരണം. അതിന് തയ്യാറായാൽ ഈ നാട് നന്നാവും. നാട്ടുകാർ തീരുമാനിക്കണം. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അതൊന്നും പറ്റത്തില്ല. അവർക്കപ്പോഴും മറ്റേ പിൻവാതിൽ നിയമനമേ ഉള്ളൂ ജീവിതമാർഗം. അല്ലെങ്കിൽ ഇന്നടത്തോടെ ചെന്ന് ആരുടെയെങ്കിലും നിന്ന് ഇറാൻ മോളിൽ നിന്ന് ബ്രഷ് അടിച്ച് കാല് പിടിച്ച് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ അങ്ങനൊന്നും അല്ല. എല്ലാവർക്കും ജീവിക്കാൻ പറ്റും നന്നായിട്ട്, ഇതിലും നന്നായിട്ട്. പക്ഷെ വേണ്ടത് ഇങ്ങനത്തെ ആളുകളെ അല്ല, ഇങ്ങനത്തെ പരിപാടികളും അല്ല. ശബരിമലയൊന്നും പൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇമാർ പിന്നെ വേറെ എവിടെയും പോയി തുടങ്ങും. ആ കണ്ടവന്മാരൊക്കെ അത്രയും ഐറ്റങ്ങളാണ്. അന്ധവിശ്വാസവും കൂടോത്രവും ഒക്കെ ആണെന്നാ പറയുന്നത്. എനിക്ക് ഏതാണ്ട് കേസ് ഉണ്ടായപ്പോൾ ചോദിക്കുന്നത് നീ ഏത് കൂടോത്രമാണ് ചെയ്തത്? എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? കൂടോത്രം ചെയ്യാൻ ഇതിനകത്തൊക്കെ പോലീസിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അതിനകത്ത് ആരെങ്കിലും മാന്യന്മാരായിട്ട് മനുഷ്യരുണ്ടെങ്കിൽ, ചിന്തിക്കാൻ ശേഷിയുള്ള ഏതെങ്കിലും ഒരു പോലീസുകാരനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഇതിനകത്തൊക്കെ. ഈ അടഞ്ഞ വീഡിയോയ്ക്ക് പകരം അതുപോലത്തെ കുറെ വീഡിയോസ് ഉണ്ടാക്കിക്കൂടെ? എന്തുകൊണ്ട് സൈക്കോളജിസ്റ്റിനെ സൈക്കാട്രിസ്റ്റിനെ നിങ്ങളുടെ ടീമിലില്ല? ഈ ഓരോ കേസും സൈക്കാട്രിക്കാ പലതും. അതിനകത്ത് എന്തുകൊണ്ട് പോലീസിന്റെ എക്സ്പ്ലനേഷൻ ഇല്ല? ഒരു ചർച്ച ചാനലുകാരെ പിന്നെ വിട്ടേക്ക്, അവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ചുമ്മാ കള്ളവാർത്ത അടിച്ചു വിടുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കണമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന അവരൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ. എന്നാൽ പോലും ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യത്വമുള്ള ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? അല്ലേ തന്നെയെങ്കിലും ചെയ്തുകൂടെ? എന്ത് കണ്ടാലും ഇതിങ്ങനെ കുറെ പേര് രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്യും. PP ദിവ്യ എന്ന് പറഞ്ഞ ആളെ അടിച്ച് തറയെ കളയണം. അതിനുവേണ്ടി നമ്മളിത് ചർച്ച ഉണ്ടാക്കുന്നു. ഇതെല്ലാം രാഷ്ട്രീയമാണ്, അയാൾ മരിക്കാൻ കാരണം. ആരില്ല, അതൊരിക്കലുമല്ല. എന്നാൽ നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ വിളിച്ചിരുത്ത്, എന്നിട്ട് ആ ടൈപ്പ് ഡിസ്കഷൻസ് നടത്ത്. ഈ പോലീസിലെ വെബ്സൈറ്റ് കാണട്ടെ. നിങ്ങളുടെ ഈ പറഞ്ഞ ഈ മറ്റേ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അതിനകത്ത് വീഡിയോകളിട്. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ കുട്ടികളാണ് മരിക്കുന്നത്. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന നാട്. പരീക്ഷയ്ക്കൊന്ന് പാസ്സായില്ലെന്ന് പറഞ്ഞ് പേരന്റിങ് ഇഷ്യൂസ് വേറെ. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് കുട്ടികളാണ്. സ്ത്രീകളെന്നൊക്കെ പറയുന്നത് അത് 3ാമതേ വരുന്നുള്ളൂ. പിന്നെ പട്ടിയും പൂച്ചയൊക്കെ പീഡിപ്പിക്കപ്പെടുന്നത്. അതൊക്കെ അങ്ങോട്ട് മറച്ചു വെച്ചിട്ട് പെണ്ണെന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ചാടി ഇറങ്ങുന്നത് കൊണ്ട്
അവിടെ ഭയങ്കര പ്രവർത്തനമാണ്. എന്തൊക്കെ